നന്നായിരുന്ന പ്രണയങ്ങൾ തകർന്നതിന് എത്രയോ എക്സാമ്പിളുകളുണ്ട്. എന്നാല് വൺ സൈഡ് പ്രണയങ്ങളെ തകർന്നതിന് ഒരേ ഒരു എക്സാമ്പിൾ പോലും ഇല്ല. അതൊരിക്കലും സാധിക്കുകയില്ല. എന്താണെന്ന് വെച്ചാൽ വൺ സൈഡ് ലവ് ഉണ്ടല്ലോ, അതിനൊരിക്കലും മരണമില്ല. അത് ശാശ്വതമാണ്. നടക്കാത്ത പ്രണയത്തിന്റെ കഥ പറയുന്ന സമയത്ത് എല്ലാരും ദേവദാസിന്റെ പേരിട്ട് അതിനെ വിളിക്കാറ്. പക്ഷേ എല്ലാവർക്കും പ്രണയം കിട്ടണമെന്നൊന്നുമില്ലല്ലോ. പ്രണയത്തിന് വേണ്ടിയിട്ട് ഹൃദയത്തിൽ കൈവച്ചിട്ട് പ്രണയം പ്രണയം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ സിനിമയെ കാണുന്ന പോലെ ഏതെങ്കിലും നഷ്ടപ്രണയത്തിലെ ഹീറോയാവും. പക്ഷെ സ്നേഹിച്ച പയ്യനെ വിട്ടിട്ട് വേറെ ആരെങ്കിലും കല്യാണം കഴിക്കേണ്ടി വരുന്ന പെൺകുട്ടികൾക്ക് മാത്രം ആരുടെ ഹൃദയത്തിൽ സ്ഥാനം ഉണ്ടാവില്ല. ഞാനിവിടെ സ്ത്രീകളെ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതൊന്നുമല്ല. സ്നേഹം കിട്ടാത്ത എല്ലാവരും വൺ സൈഡ് ലവേഴ്സ് ആണെന്നാ ഞാൻ പറഞ്ഞത്. അവരെല്ലാരെക്കാളും പാവങ്ങളായിരിക്കും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. വല്ലാത്ത കഷ്ടമാടും ഈ വൺ സൈഡ് ലവേഴ്സിന്റെ ജീവിതം. കമ്മിറ്റഡ് ആയവർക്ക് വാലന്റൈൻസ് ഡേ, റോസ് ഡേ, ആ ഡേ, ഈ ഡേ, അങ്ങനെ ഓരോ ഡേയും അവർക്കുണ്ടായിരിക്കും. എന്നാൽ വൺ സൈഡ് ലവേഴ്സിന് ഒരു ഡേയും ഇല്ല. അതിനായിരിക്കും ചിലപ്പോ പ്രണയം ഉള്ളവര് വർഷത്തിൽ ഒരിക്കൽ പ്രണയത്തിന് വേണ്ടി ഒരു ദിവസം ആഘോഷിക്കുന്ന സമയത്ത് വൺ സൈഡ് ലവേഴ്സ് പ്രണയത്തിന് ഓരോരോ ദിവസവും ആഘോഷമായിട്ട് കൊണ്ടു നടക്കുന്നത്. ഈ ലോകത്തില് പരിശുദ്ധമായ ലവേഴ്സ് ഉണ്ടെങ്കിൽ അത് വൺ സൈഡ് ലവേഴ്സ് ആയിരിക്കും. അതുമാത്രമല്ല, ഈ ലോകത്തില് ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നവരും അത് വൺ സൈഡ് ലവേഴ്സ് ആയിരിക്കും. ലവറിന് ഒരു ഹാർട്ട് ഷേപ്പ് ബലൂണും കൊടുത്ത് ഒരു സെൽഫിയും എടുത്ത് അതിൽ എവിടുന്നോ കിട്ടിയ ലവ് കോട്ട്സും എടുത്ത് വെച്ച് സോഷ്യൽ മീഡിയയിൽ 100 ലൈക്കും 30 കമന്റ്സും കിട്ടാൻ വേണ്ടി പോസ്റ്റ് ചെയ്യുന്നവർക്ക് ചില ഓട്ടോകളുടെ പുറകിലിരിക്കുന്ന വാക്കുകളുടെ വേദന പോലും മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മുടെ ഹൃദയത്തിലുള്ളവര് നമ്മുടെ അടുത്തില്ലാത്ത സമയത്ത് അതൊരു വേദനയാണ്. അതുപോലെ ഒരാള് നമ്മുടെ ഹൃദയത്തിനെ പീസാക്കിയാലും അതിലെ ഓരോരോ പീസ് എടുത്ത് നോക്കിയാലും അതിൽ അവരോടുള്ള നമ്മുടെ സ്നേഹം ഉണ്ടാവും. അതിലും വലിയ തമാശയൊന്നും ഇല്ലല്ലോ. ഒരിക്കലും നമുക്ക് കിട്ടില്ലെന്നറിഞ്ഞിട്ടും പ്രണയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് വലിയ കഷ്ടമാണ്. പക്ഷെ പ്രേമം ഒന്ന് മാത്രമാണ് നമുക്ക് വേണ്ടതെന്ന് മനസ്സിലാവുമ്പോ അതിനെ വിട്ടുകൊടുക്കുന്നത് മരണത്തിനേക്കാളും കഷ്ടമാണ്. ഫേമസ് ആയിട്ടുള്ള ലവ് സ്റ്റോറികളെക്കാളും ഹൃദയത്തിൽ നിന്ന് പുറത്തു വന്ന പ്രണയത്തിന്റെ കണക്കാ കൂടുതലായിട്ടുള്ളത്. ഇതെല്ലാം എനിക്ക് മനസ്സിലായത് ഞാനും പ്രണയിച്ചു തുടങ്ങിയപ്പോഴാണ്. പ്രണയം എനിക്ക് മാത്രം ഉണ്ടായിരുന്നത്. ഞാൻ സ്നേഹിച്ചിരുന്ന പയ്യന് പ്രണയത്തിനെ കുറിച്ച് ABCD പോലും അറിയില്ലായിരുന്നു. ഞാനും ഇപ്പോ വൺ സൈഡ് ലവറാണ്. എടോ സുമേഷേ, ഒന്ന് പതുക്കെ തട്ടടോ. വല്ല കള്ളന്മാരാന്ന് വിചാരിക്കും. എടോ സുമേഷേ, ഇനി മേലെ എങ്ങനെ ഓവർ ആക്ടിങ് കാണിച്ചാണ്ടോ. ശരിയായിട്ട് തട്ടടോ.
അയ്യോ ദൈവമേ, ഇങ്ങനെ എന്നെ പിടിക്കപ്പെടുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഛേ, ഇനി എന്ത് ചെയ്യും? എടാ, നീ എങ്ങനെ ഇവിടെ എത്തിയത്? അത് പിന്നെ ഞാൻ ബോസിന് നീ എന്നും താനെന്നൊക്കെ പറയാൻ മാത്രം പരിചയമുള്ള ഓട്ടോറിക്ഷക്കാരെയൊക്കെ പരിചയമുണ്ടോ? അപ്പോ അമൂല്യ മേഡത്തിന്റെ കൂടെ ചേർന്ന് എന്റെ ബോസ് ഒരു മാസായെന്നാ തോന്നുന്നത്. ഇവിടെ നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞതാ, എന്റെ പിന്നാലെയോ എന്റെ വീട്ടുകാരുടെ പിന്നാലെയോ ഇനി മേലെ വന്നേക്കരുതെന്ന്. പറഞ്ഞ മനസ്സിലാവില്ലേ? ബോസേ, വിട് ബോസേ, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നേ? എടോ സുമേഷ്, തോൻ ഈ പ്രശ്നത്തിൽ ഇടപെടണ്ട. സൈലന്റ് ആയിട്ട് നിന്നാ മതി. എടാ, സത്യം പറയടാ, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? സത്യം പറയാൻ. ഞാൻ ഗ്യാസ് കൊടുക്കാൻ വേണ്ടി വന്നതാ. അകത്തേക്ക് എടുത്തു വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അകത്തേക്ക് കയറിയത്. ഞാൻ അകത്തേക്ക് കയറുമ്പോൾ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. കാറ്റടിച്ച് ചിലപ്പോൾ വാതിൽ അടഞ്ഞതായിരിക്കും. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും നിന്റെ മേലെ എനിക്കൊരു വിശ്വാസവും വരാൻ പോകുന്നില്ല ധ്രുവ. എന്റെ മോശം സ്വഭാവം പുറത്തെടുപ്പിക്കാതെ ഈ നിമിഷം തന്നെ നീ ഇവിടുന്ന് പോയിരിക്കണം. ഇറങ്ങി പോടാ. ഞാൻ പോകാം. ആദ്യം നീ എന്നെ ഫോളോ ചെയ്യുന്നത് നിർത്ത്. ആദ്യം നിങ്ങൾ എന്ന് പറഞ്ഞു, ഇപ്പോ നീ എന്ന് പറഞ്ഞു. ശരിക്കും ഇത് ആരായിരിക്കും? ഈ യൂണിഫോം എന്നെ രക്ഷിച്ചു. തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. ആണുങ്ങള് 2 ടൈപ്പ് ഉണ്ട്. ആദ്യത്തെ ടൈപ്പ് ഭ്രാന്തനെ പോലെ പ്രണയിക്കുന്നവനാണെങ്കിൽ, രണ്ടാമത്തെ ടൈപ്പ് പ്രണയം എന്താണെന്ന് പോലും മനസ്സിലാവാത്തവരായിരിക്കും. എന്റെ പയ്യൻ രണ്ടാമത്തെ ടൈപ്പാ. പെൺകുട്ടികളും അതെ, 2 ടൈപ്പാ. ഒന്ന് പ്രണയം എന്താണെന്ന് പോലും അറിയാത്തവരും, രണ്ടാമത്തവര് ഭ്രാന്തിയെ പോലെ സ്നേഹിക്കുന്നവരും. ഞാനും അതെ, രണ്ടാമത്തെ ടൈപ്പാ. ഈ യമകണ്ഠകാലം, രാഹുകാലം, യമകാലം, വാസ്തുദോഷം, വക്രദൃഷ്ടി, ദുരദൃഷ്ട്യം, സമയം, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മളെപ്പോലെ വൺ സൈഡ് ലവേഴ്സിന്റെ തലയിലേക്ക് വന്നു കയറും. ദുരദൃഷ്ടി എന്താണെന്ന് വെച്ചാ ബാക്കിയുള്ളവർക്ക് പ്രായശ്ചിത്തത്തിനുള്ള ഓപ്ഷൻ എങ്കിലും ഉണ്ടാവും. എന്നാൽ നമുക്ക് ആ ഭാഗ്യം പോലും കിട്ടില്ല. എന്ത് വിധിയാ നമ്മുടെയൊക്കെ. നമ്മൾ സ്നേഹിക്കുന്നവർക്ക് കല്യാണമായി, കുട്ടികളായി, വീടൊക്കെ വെച്ച് സെറ്റിലായി, സന്തോഷമായിട്ട് ജീവിതം മുഴുവൻ ജീവിക്കുമ്പോ റിട്ടയർഡ് ആയാലും നമ്മൾ മാത്രം അവര് നമ്മുടെ ആയിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ മാറിയേനേന്നോർത്ത് ആ ചിന്തയിൽ അങ്ങ് ജീവിച്ചു തീർക്കും. നമ്മൾ ഈ വൺ സൈഡ് ലവേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ തലവര തന്നെ ഇതൊക്കെയാ. നമ്മൾ അങ്ങോട്ടും പോവില്ല, ഇങ്ങോട്ടും പോവില്ല, സ്വർഗത്തിലേക്കും ഇല്ല, നരകത്തിലേക്കും ഇല്ല. മുന്നോട്ടൊരു ദിവസം കാട് വാ നാട് പോയെന്ന് പറയുന്നത് പോലെ സ്വപ്നത്തിലായിരിക്കും നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അല്ലാതെ എന്ത് പറയാൻ? നമ്മുടെ കയ്യിലും ആൻഡ്രോയിഡ് മൊബൈലൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ടവരാരും ഞാൻ നിന്നെ മിസ് ചെയ്യുന്നെന്ന് ഒരിക്കലും മെസ്സേജ് അയക്കാറില്ല. അതൊക്കെ പോട്ടെ, കുറഞ്ഞ പക്ഷം സ്മൈലിയുടെ കൂടെയുള്ള ഒരു ഹാർട്ട് ഇമോജി പോലും നമുക്ക് അവരയക്കില്ല. നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ അക്കൗണ്ട് ഉണ്ട്. പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകള് നമ്മുടെ ഒരു പോസ്റ്റിനും സൂപ്പർ, നൈസ് എന്നൊന്നും കമന്റ് ചെയ്യാൻ എനിക്കാറില്ല. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, വെറുതെ ഒരു ലൈക്ക് പോലും തരില്ല. ഇനി നേരിട്ടെങ്ങാനും കണ്ട നമ്മൾ അവരെന്തോ തിന്നാൻ പോകുന്ന പോലെയാ നമ്മളെ നോക്കുന്നത്. എന്നാൽ അവരോ നമ്മളെ ഒന്ന് ഇടങ്ങണ്ണിട്ട് പോലും നോക്കില്ല. നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവര് കണ്ടതും കേട്ടതും പറഞ്ഞതും ചിരിച്ചതും എല്ലാം നമ്മളിങ്ങനെ ഭദ്രമായിട്ട് ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കും. പക്ഷെ അവർക്കോ അതിനെപ്പറ്റി ഒരു ചിന്ത പോലും ഉണ്ടാവില്ല. നമ്മൾ കണ്ണിലൂടെ തന്നെ 1000 വട്ടം ഐ ലവ് യു പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ആള് ഒരു തമാശയ്ക്ക് പോലും നമ്മളോട് ഐ ലവ് യു എന്ന് പറയില്ല.
ചില സമയം തോന്നുന്നു എന്തിനാ ഇങ്ങനെ ജീവിക്കുന്ന, മരിച്ചേക്കാന്ന്. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന അടുത്ത നിമിഷം തന്നെ നമ്മൾ സ്നേഹിക്കുന്ന ആളുകളുടെ മനസ്സ് മാറും, അവര് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും, ഫീലിങ്സ് ഒക്കെ മനസ്സിലാകും, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ തോന്നാൻ തുടങ്ങും. അങ്ങനെ ആ മരിക്കാനുള്ള പ്ലാനും അവിടെ തീരും. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, എന്റെ പ്രണയം കിട്ടില്ല എന്ന് ഓർക്കുമ്പോ നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന പേരൊന്ന് മായ്ക്കാൻ നോക്കിയാ എങ്ങനെയെങ്കിലും അതൊന്ന് പോട്ടെ എന്ന് വിചാരിക്കുമ്പോ അതൊരു വലിയ മുറിവായിട്ട് മാറും. അവസാനം അത് തൊട്ടാലും പ്രശ്നമാകും, തൊട്ടില്ലെങ്കിലും പ്രശ്നമാകും. പക്ഷെ എന്ത് ചെയ്യാനാ, ഹൃദയം നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടായിരിക്കും കേൾക്കുന്നവരൊക്കെ നമ്മളോട് പറയുന്നേ അത് ലവ് ഒന്നുമല്ല, വെറും ടോർച്ചർ മാത്രമാണെന്ന്. അത് യുദ്ധഭൂമിയാ, ഹൃദയാഘാതം ഉണ്ടാക്കും, ആത്മഹത്യ ചെയ്യേണ്ടി വരും, അത് ക്രഷാണ്, ഇൻഫാക്ച്വേഷൻ ആണ്, ഒബ്സെഷൻ ആണ്, ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത്. പക്ഷെ എനിക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ, വൺ വേ ലവ് പ്രഷ്യസ് ആണ്. കമ്മിറ്റ്മെന്റ്, ഡെഡിക്കേഷൻ, ശക്തി, ഭക്തി. എന്താണെന്ന് വെച്ചാ ഈ വൺ സൈഡ് ലവ് ഉണ്ടല്ലോ, എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നമുക്ക് ജീവിക്കാനുള്ള ഒരു റീസൺ ആയിരിക്കും അത്. ജീവിക്കാൻ ഒരു കോൺഫിഡൻസ് തരും, മുഖത്ത് നല്ലൊരു പുഞ്ചിരിയും കൊണ്ടുവരും. അമൂല്യയുടെ ചേട്ടന് ലവ് ആണെന്ന് മനസ്സിലാക്കാൻ നമുക്കിനി വേറെന്ത് ചെയ്യാൻ പറ്റും? സിദ്ധാർത്ഥ് എന്തെങ്കിലും ഐഡിയ പറഞ്ഞതാ? എനിക്കൊന്നും കത്തുന്നില്ല, തല പൊട്ടുന്ന പോലെയാ. ചേട്ടൻ എല്ലാ കാര്യത്തിലും ബ്രില്യന്റാ, പക്ഷെ ഈ കാര്യത്തിൽ മാത്രം പൊട്ടെന്ന് പറഞ്ഞ ഭയങ്കര പൊട്ടനാ. സിദ്ധാർത്ഥ്, ഞാൻ നിങ്ങളുടെ അടുത്താ സംസാരിക്കുന്നേ. എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായിന്നാ? മനസ്സിലായെങ്കിൽ റെസ്പോണ്ട് ചെയ്യാലോ. അല്ല, നീ ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായിന്നാ പറഞ്ഞേ. വേണ്ട സിദ്ധാർത്ഥ്, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുതേ. ഒന്ന് ചുമ്മാതിരിക്കാതെയാ, യൂട്യൂബിൽ ഒരു വീഡിയോ കാണാൻ സമ്മതിക്കില്ല. അല്ല, ഇവനെന്തിനാ ഇപ്പൊ വിളിക്കുന്നേ? ഹലോ ആദ്യ, ഞാൻ ധ്രുവയാ വിളിക്കുന്നത്. ഞങ്ങൾ നിന്നെ വീട്ടിൽ നിന്ന് മാത്രം ദൂരത്താക്കിയത്. നമ്പർ കയ്യിലുണ്ട്. ആദ്യ, ഇന്ന് ചേട്ടൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ നിന്നെ കണ്ടോ? എന്തെങ്കിലും ചെയ്തോ? നിന്നെ അടിച്ചോ? നീ ഓക്കെ ആണല്ലോ അല്ലേ? അറിയോ ഓക്കെ? തൽക്കാലം എങ്ങനെയോ രക്ഷപ്പെട്ടു. പക്ഷെ ആ കാര്യം പറയാന്ന് വിചാരിച്ചാ ഞാൻ വിളിച്ചേ. എന്ത് കാര്യ ധ്രുവ? നിന്റെ അടുത്തുനിന്നായാലും അളിയന്റെ അടുത്തുനിന്നായാലും ഈ കാര്യം അവൻ അറിയാൻ പാടില്ല. എനിക്കെന്ത് സംഭവിച്ചാലും അത് പ്രശ്നമില്ല ആദ്യ. എനിക്കവൻ ചേട്ടനാ. അതെന്നെ വഴക്ക് പറഞ്ഞാലും അടിച്ചാലും ശരി. പക്ഷെ എന്നെ സഹായിച്ചവർക്ക് അതിന്റെ പേരിൽ ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അത് മാത്രമാണ് എന്റെ ചിന്ത. മനസ്സിലായി ധ്രുവ, നീ ടെൻഷൻ അടിക്കണ്ട. യു ടേക്ക് കെയർ. ശരി ആദ്യ. എനിക്കും പ്രണയം തോന്നി തുടങ്ങിയിട്ട് ഒരുപാട് നാളൊന്നും ആയില്ല. പക്ഷെ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ പ്രണയത്തിന് എത്ര വാതിലുണ്ട്, എത്ര വഴികളുണ്ട്, എല്ലാം എനിക്ക് മനസ്സിലായി. നിങ്ങൾക്കും ഇതൊക്കെ എപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ള ചിന്തയില ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചത്. അങ്ങനെ കരുതി ആരും നിരാശരൊന്നും ആവണ്ട. ഭൂമിയിൽ മറ്റൊരാളുടെ സുഖം, സന്തോഷം, സംതൃപ്തി ഇതൊക്കെ ആഗ്രഹിക്കുന്നതിലും വലുതായിട്ട് വേറെ ഒന്നുമില്ല. നമ്മൾ വൺ വേ ലവേഴ്സ് നമ്മൾ സ്നേഹിക്കുന്നവര് നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കാറ്. അങ്ങനെയുള്ളപ്പോ നമ്മൾ നല്ല ആളുകളുടെ ലിസ്റ്റിലും പെടും. ആരെയും നിർബന്ധിച്ച് പ്രണയം പിടിച്ചു വാങ്ങാനൊന്നും പറ്റില്ല. അങ്ങനെയുള്ള സ്നേഹത്തിന് വിലയുണ്ടാവില്ല, മര്യാദ ഉണ്ടാവില്ല. പ്രണയം എന്ന് പറയുന്നത് തനിയെ ഉണ്ടാവേണ്ടതാണ്. അത് കിട്ടുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വൺ സൈഡ് ലവേഴ്സിന് നിങ്ങൾ സ്നേഹിച്ചവരെ നിങ്ങൾക്ക് വീണ്ടും കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
അമൂല്യ ചേച്ചിക്ക് അമൂല്യ ചേച്ചിക്ക് അമൂല്യ ചേച്ചിക്ക് അമൂല്യ ചേച്ചിക്ക് അമൂല്യ ചേച്ചിക്ക്. നമ്മൾ വിളിച്ചപ്പോ തന്നെ ഒരു മടിയും കൂടാതെ ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്തു തന്ന അത്ഭുതകരമായി സംസാരിച്ച നമ്മുടെ അമൂല്യ ചേച്ചിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി അറിയിച്ചു കൊള്ളുകയാണ്. കൈയടിക്കേ. ചേച്ചി, ഞങ്ങൾ പറഞ്ഞതുപോലെ ഉദ്ഘാടനത്തിന് വന്നതിനുള്ള കാശായത്. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളെല്ലാരും തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു. ഇത് നിങ്ങൾ തന്നെ വെച്ചോളൂ. നിങ്ങളുടെ ഈ ഗ്രൂപ്പ് കാരണം ആർക്കെങ്കിലും ഉപയോഗം ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോ എന്നെ വിളിക്ക്, ഞാനും വന്നോളാം. ഉറപ്പായിട്ടും ചേച്ചി, ഞങ്ങൾക്കും അങ്ങനെ തന്നെയാ. ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അങ്ങനെയാ. ചേച്ചിക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ചോളൂ. നമ്പർ ഞാൻ അതിഥി ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ടീം മൊത്തമായിട്ട് വരും. അമ്മു ചേച്ചിക്ക് അമ്മു ചേച്ചിക്ക് കുടിക്ക ചേട്ടാ, കുടിക്ക സോമേശങ്കർ. കോഫി ഞാനുണ്ടാക്കിയതാ, പക്ഷെ മുറുക്ക് അമ്മ ഉണ്ടാക്കിയതാ. അങ്കിളോ? ഞാൻ ഇപ്പോഴും ബാച്ചലറാണ് മോളെ. പക്ഷെ എന്നെക്കാൾ ഒരുപാട് മൂത്തതല്ലേ. കാണാനും അങ്കിളിനെ പോലെ തന്നെയാ ഉള്ളത്. ഇതിനേക്കാളും നല്ലത് അങ്കിള് തന്നെയായിരുന്നു. അടി ചോദിച്ചു വാങ്ങുന്നു എന്ന് പറയുന്നത് ഇതിനെയാ. നീ എന്തിനാ മോളെ ഉണ്ടാക്കിയത്? വേറെ ആരും ഇവിടെ വീട്ടിലില്ലേ? ഇല്ല ചേട്ടാ, ആരും ഇവിടെ ഇല്ല. ഞാൻ അകത്തായിരുന്നു. ആദ്യം ചേട്ടൻ വിളിച്ചത് ഞാൻ കേട്ടില്ല. സുമേഷങ്ങൾ ഓർക്കെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ കേൾക്കേയില്ലായിരുന്നു. വീണ്ടും വീണ്ടും ഇങ്ങനെ അങ്കിൾ എന്ന് പറയണ്ട മോളെ. ഫ്യൂച്ചർ തന്നെ ബ്ലാസ്റ്റ് ആയി പോകുന്നത് പോലെ തോന്നുക. കൊടുക്ക ചേട്ടാ. അങ്കിൾ, നിങ്ങളും കൊടുക്ക്. എനിക്ക് കോഫിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. കോഫി വളരെ നന്നായിട്ടുണ്ട്.